Good morning, all. Good morning. Good morning. ഇവിടെ ഉണ്ടോന്ന് അറിയണമല്ലോ. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. 20 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടോന്ന് അറിയണമല്ലോ. Good morning, ma'am. ഉണ്ട്. ഓണാക്കി വെച്ചോണ്ട് കിച്ചണിൽ പോയോ എന്നൊക്കെ അറിയണമല്ലോ. അതായിരുന്നു ഗുഡ് മോർണിംഗ് ഒന്നുകൂടെ പറഞ്ഞത്. Good morning, madam. ഓക്കെ. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ? നമ്മ ഷെഡ്യൂൾ ഡ്രഗ്സുകളാണല്ലേ പറഞ്ഞത്. ഷെഡ്യൂളിലാണല്ലേ പറഞ്ഞത്. Z വരെ മിസ് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ അല്ലേ? നോക്കിയിരുന്നോ? അതിൽ ഇമ്പോർട്ടന്റ് മിസ് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആയിരുന്നോ? ക്ലിയർ ഇല്ല? ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്റ്റോറേജ് അപ്ലിക്കേഷൻസ് ഓഫ് ഡ്രഗ്സ്. നമ്മുടെ ഡ്രഗ്സിന്റെ സ്റ്റോറേജ് അപ്ലിക്കേഷൻ അല്ലെ, സംഭരണ മുൻകരുതലുകളാണ് നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത്. നമ്മ ഫസ്റ്റ് ഡിപ്ലോമയിൽ ഫാർമസി പഠിച്ചൊക്കെ പഠിച്ചു അല്ലെ, സ്റ്റോറേജ് പഠിച്ചു അല്ലെ. നമ്മ പലതരത്തിലുള്ള ഡ്രഗ്സുകൾ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് അല്ലെ. പലതരത്തിലുള്ള ടൈപ്സിലുള്ള ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. എന്താണ്? ജനറൽ ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്, നെർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റോറേജിന്റെ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ നമ്മ ഫാർമസിയിലൊക്കെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? മരുന്നുകൾ നല്ല അടുക്കും ചിട്ടയോട് കൂടിയല്ല അവർ വെച്ചിരിക്കുന്നത്. വലിച്ചു വാരിയിട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ നമ്മ വലിച്ചു വാരിയൊക്കെ ഇട്ട് ഓർഡർ ആക്കിയാണല്ലേ വെച്ചിരിക്കുന്നത്. വലിച്ചു വാരി താഴ്ത്തിട അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ മരുന്നുകള് കംപ്ലൈന്റ് വരാം അല്ലെ, ചീത്തയായി പോകാനുള്ള സാധ്യതയില്ലേ? ഉണ്ട് അല്ലെ. എന്താണ്? ഇൻസെക്ട്സുകൾ അല്ലെ, കീടങ്ങളൊക്കെ നശിപ്പിക്കാം, അല്ലെങ്കിൽ ചെതല് പിടിച്ചു പോകാം, അല്ലെങ്കിൽ അതില് എന്താണ് വെള്ളമൊക്കെ വീണ് നശിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മ മരുന്നുകള് എവിടെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നത് അത് എത്രത്തോളം ആ ഒരു ഫാർമസി അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നു എന്നതിനെ ബാധിക്കുന്നു. ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മ പറയാറുണ്ട് അല്ലെ, ഓ അടിപൊളിയാണ്, എന്ത് നല്ല അടുക്കും ചിട്ടയോടും കൂടിയാണ് അല്ലെ ആ വീട് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ നമുക്ക് ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അല്ലെ അവിടുത്തെ ആളുകൾ എത്രത്തോളം ക്ലീൻ ആണ് അല്ലെ. അവരുടെ സ്വഭാവം അതേപോലെ തന്നെ ആയിരിക്കും അല്ലെ. ആണോ? ആണ് അല്ലെ. അപ്പൊ നോക്കിയേ, where you store your medicine, can you affect how well it works? നമ്മ മരുന്നുകള് എവിടെ സൂക്ഷിക്കുന്നു, അത് എങ്ങനെ സൂക്ഷിക്കുന്നു എന്നത് ആ ഒരു ഫാർമസി അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ സ്റ്റോർ എത്ര നന്നായി പ്രവർത്തിക്കുന്നു എന്നതിനെ ബാധിക്കുന്നു, എഫക്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? ആ ഒരു സെന്റൻസ് ഓക്കെ അല്ലേ? Let's learn about storing your medicine properly to prevent it from getting damaged. അല്ലെ. എന്താണ്? നമ്മ ആ ഒരു മരുന്നുകള് പ്രോപ്പർ ആയിട്ട്, മെഡിസിനുകള്, ഡ്രഗ്സുകള്, മറ്റു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകള് ശരിയായ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിന് എന്താണ്? ഡാമേജ് വരുന്നതിൽ നിന്ന് തടയുന്നു അല്ലെ. അതിനെന്താണ്? ഇൻസെക്ട്സുകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ അത് നാശമായി പോകുക അല്ലെ, കേട് വരുന്നതിൽ നിന്ന് ആ ഒരു സ്റ്റോറേജ് ആ ഒരു മെഡിസിനുകളെ തടയുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ്, all drugs and non-RX drugs must be locked അല്ലെ. നമ്മുടെ എല്ലാ മെഡിസിനുകളും all drugs and non-RX drugs അല്ലെ, നമ്മൾ ഷെഡ്യൂൾ ഡ്രഗ്സുകളൊക്കെ പഠിച്ചു അല്ലെ. അതെന്താണ്? നമ്മുടെ രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശത്തിൽ മാത്രമാണ് അത് നൽകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ള നോൺ RX ഡ്രഗ്സുകള്, ഓൾ ഡ്രഗ്സുകള് എന്താണ്? മസ്റ്റ് ലോക്കഡ് അല്ലെ, നിർബന്ധമായിട്ടും ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഷെഡ്യൂൾ ഡ്രഗ്, ഈ 2 എന്നുള്ളത് വരുത്തിയ 2 ഇല്ലേ, ഷെഡ്യൂൾ 2
അത് വെട്ടിക്കളയാം. എന്നിട്ട് ഡ്രഗ്സ് നോക്കാം അവിടെ. ഷെഡ്യൂൾ ഡ്രഗ്സ്, ഷെഡ്യൂൾ ഡ്രഗ്സ്, ഡബിൾ ലോക്കഡ്. ഷെഡ്യൂൾ ഡ്രഗ്സുകൾ അതെന്താണ്, നമ്മ പർട്ടിക്കുലർ രോഗികൾക്ക് പർട്ടിക്കുലർ നിർദ്ദേശത്തിന്റെ പുറത്ത് മാത്രം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിസീസുകൾക്ക് മാത്രം നൽകുന്ന മരുന്നുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷെഡ്യൂൾ ഡ്രഗ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും ഡബിൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. നെക്സ്റ്റ്, നിങ്ങൾക്കൊരു ഓപ്പൺ ബ്രാക്കറ്റ് തന്നിട്ടില്ലേ, അതൊരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാണല്ലേ തുടങ്ങുന്നത്. അതിനു മുമ്പ് ഒന്ന് എഴുതിയേ, വിച്ച് ആർ കൺട്രോൾഡ് സബ്സ്റ്റൻസസ് must be standard of practice or controls double locked. എഴുതിയോ? സ്റ്റാൻഡേർഡിന്റെ മുമ്പ് എഴുതാം. which are controlled substances must be standard of practice or controls double locked. എന്താണ് ഈ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ? എന്താണ്? നിയന്ത്രിത ഉൽപ്പന്നങ്ങളാണ് അല്ലെ. നമുക്ക് എല്ലാ രോഗികൾക്കും കൊടുക്കാൻ സാധിക്കും. ഒന്നുകൂടെ പറയണോ? which are controlled. ആ ഒരു സ്റ്റാൻഡേർഡിന് മുമ്പ് ഓപ്പൺ ബ്രാക്കറ്റിൽ തന്നെ അതിനു മുമ്പ് which are controlled substances must be, which are controlled substances must be, പിന്നെ അതിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മ പറഞ്ഞു ഷെഡ്യൂൾ ഡ്രഗ്സുകൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കോ? കൺട്രോൾഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് അല്ലെ. അപ്പൊ അത് എന്താണ്? ഇത്തരം ഡ്രഗ്സുകൾ നിയന്ത്രിതമായിട്ടുള്ള പദാർത്ഥങ്ങളായതിനാല് ഷെഡ്യൂൾ മരുന്നുകള് എല്ലാ നിയന്ത്രണങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് രീതിയായിട്ട് അല്ലെ അതിന് കൂടുതൽ നമ്മ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഡ്രഗ്സുകൾ നമ്മ നിർബന്ധമായിട്ടും ഡബിൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെയാണോ? ഇതൊരു കൺട്രോൾ, നിയന്ത്രിതമായിട്ടുള്ള പദാർത്ഥങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാൻഡേർഡുകളും നടപ്പിലാക്കുന്നതിന് വേണ്ടി, എല്ലാ നിയന്ത്രണങ്ങൾക്കും വേണ്ടി ഇത്തരം ഡ്രഗ്സുകൾ നമ്മൾ നിർബന്ധമായും ഡബിൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് keep with the nurse, charge nurse അല്ലെ. എന്നിട്ട് ആ ഒരു ഡ്രഗ്സിന്റെ ഏത് ഷെൽഫിലാണോ അല്ലെങ്കിൽ ഏത് ഇതിലാണോ സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ കീ നമ്മുടെ ചാർജ് നഴ്സ് ആർക്കാണോ അതുമായി ബന്ധപ്പെട്ട് ചാർജ് കൊടുത്തിരിക്കുന്നത് ആ ഒരു നഴ്സ് സൂക്ഷിക്കുക. നെക്സ്റ്റ്, നോ എയ്ഡ്സ്. CNA എന്ന് പറഞ്ഞാല് സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ്. സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ രോഗി പരിചരണ ക്രമീകരണങ്ങളിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരെയാണ് സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇവര് നമ്മുടെ രോഗികൾക്ക് ബേസിക് കെയറും സപ്പോർട്ടുമാണ് നൽകുന്നത്. പക്ഷേ കൂടാതെ ഇവരെന്താണ് ഈ രോഗികൾക്ക് ബേസിക് ആയിട്ടുള്ള പരിചരണവും അവർക്കുള്ള സപ്പോർട്ടും നൽകുന്നതോടൊപ്പം തന്നെ അതിന് വിപരീതമായിട്ട് എന്താണ് ഒരു ഫാർമസി ടെക്നീഷ്യന്റെ ലൈസൻസ് ഉള്ള ഒരു ഫാർമസി ടെക്നീഷ്യന്റെ അണ്ടറിൽ ഇവരെന്തുകൂടി നടക്കുന്നുണ്ട്? മരുന്നുകള് വിതരണം ചെയ്യുന്നതിലും ഫാർമസി പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഈ ഒരു CNA സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ ഈ ഒരു രജിസ്ട്രേഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിനെ അല്ലെങ്കിൽ ലൈസൻസിലുള്ള ഫാർമസിസ്റ്റിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് പറഞ്ഞത്. CNA എന്ന് പറയുന്നത് നമ്മുടെ രോഗി പരിചരണ ക്രമീകരണത്തിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരാണ്. ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ രോഗികൾക്ക് ബേസിക് ആയിട്ടുള്ള അല്ലെ അടിസ്ഥാന തലത്തിലുള്ള പരിചരണവും അവർക്ക് വേണ്ട സപ്പോർട്ടുമാണ് നൽകുന്നത്. ഓക്കെ ആണോ? അത്ര ഓക്കെ ആണോ? അതിന് വിപരീതമായിട്ട് ചില സിറ്റുവേഷനിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രജിസ്ട്രേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഫാർമസിസ്റ്റിന്റെ അണ്ടറിലാണ് കേട്ടോ. അവരുടെ അണ്ടറില് എന്താണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിലും ഫാർമസി പ്രവർത്തനങ്ങളിലും ഇവർ ആ ഒരു ഫാർമസിസ്റ്റിനെ സഹായിക്കുന്നു.
ഇത്രയൊക്കെയാണോ? ഇനി ആ ഒരു പോയിന്റിലേക്ക് വരാം. ഇത്രയൊക്കെയാണോ? നെക്സ്റ്റ് അതിൽ നോക്കിയേ, നോ എയ്ഡ്സ് CNS ഇൻ ബെഡ്റൂം അൺലെസ് നേഴ്സ് പ്രസന്റ്. അപ്പൊ ഈ ഒരു നേഴ്സ് പ്രസന്റ്, അതിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ആ ഒരു നേഴ്സ് ആ ഒരു ബെഡ്റൂമില് ഇല്ലെങ്കിൽ എന്താണ്, മറ്റ് CNA അല്ലെ, നമ്മുടെ സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്ക് അവിടേക്ക് പ്രവേശനമില്ല. ഓക്കെ ആണോ? അപ്പൊ അത് നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ക്ലിയർ അല്ലേ? ഇത് ഒന്നുകൂടി പറയണം. സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് മനസ്സിലായല്ലോ? ആരാണ് മനസ്സിലായല്ലോ? ശ്രുതി. എന്ന് വെച്ചാല് ഓരോ ഇതിൽ വന്നിരിക്കുന്ന ഓരോ സെന്റൻസും കംപ്ലീറ്റ് അല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ എന്താണ്, അപ്പൊ ആ ഒരു സർട്ടിഫൈഡ് നേഴ്സിന് നമ്മുടെ നേഴ്സിംഗ് മാര്, അതായത് നമ്മ പറഞ്ഞു അല്ലെ, ആ ഒരു ഷെഡ്യൂൾ ഡ്രഗ്സുകളൊക്കെ എന്താണ് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് അല്ലെ, അത് നേഴ്സാണ് ആ ഒരു കീ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഇൻചാർജ് ആയിട്ടുള്ള നേഴ്സ് ഉണ്ടായിരിക്കും. ആ ഇൻചാർജ് ആയിട്ടുള്ള നേഴ്സ് ആ ഒരു ബെഡ്റൂമില് നമ്മ മരുന്നുകൾ സൂക്ഷിക്കുന്ന ആ ഒരു റൂമില് ഇല്ലാത്ത സമയത്ത് ഈ സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്ക് ആ ഒരു റൂമിലേക്ക് പ്രവേശനമില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. പിന്നില്ലേ ഈ നോ എയ്ഡ്സ് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യില്ലേ, അവിടെ അതിന്റെ ഈ ബെഡ്റൂമിന് മുമ്പായിട്ട് ആർ പെർമിറ്റഡ് എന്നൊന്ന് എഴുതി ചേർത്തേ. ആർ പെർമിറ്റഡ്. അപ്പൊ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ആർ പെർമിറ്റഡ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? നോ എയ്ഡ്സ് are permitted in the bedroom unless nurse present. Okay അല്ലേ? Next, drugs should not be stored in the hall. അല്ലെ, നമ്മുടെ ഈ ഡ്രഗ്സുകളൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു കാർട്ട്, ഡ്രഗ് കാർട്ട് നമ്മൾ എവിടെ സൂക്ഷിക്കാൻ പാടില്ല? ഹാളിൽ സൂക്ഷിക്കാൻ പാടുണ്ടോ? എല്ലാവരും വരുന്ന ആ ഒരു ഹാളിൽ സൂക്ഷിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? ഫിൽഫറേജ് നടത്താം അല്ലേ, കളവൊക്കെ നടത്താം അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഡ്രഗ് കാർട്ടുകൾ നമ്മൾ ഒരിക്കലും ഹാളില് സൂക്ഷിക്കാൻ പാടില്ല, സ്റ്റോർ ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാം അല്ലെ. എക്സ്റ്റേണൽ ഡ്രഗ്സ് സെപ്പറേറ്റഡ് ഫ്രം ഇന്റേണൽ ഡ്രഗ്സ് അല്ലെ. നമുക്ക് രണ്ട് രീതിയിലുള്ള ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. നമ്മൾ എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന മരുന്നുകളുണ്ട്, ഇന്റേണൽ ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. എക്സ്റ്റേണൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാംപൂ, ഓയിൽമെന്റ് അല്ലെ, ഓയില ആണോ? പുറമേ പരത്തുന്നത് അല്ലെ, നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്ന മരുന്നുകള്. അപ്പൊ എക്സ്റ്റേണൽ ഡ്രഗ്സ്, പിന്നെ ഇന്റേണൽ ഡ്രഗ്സ് അല്ലെ, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളുണ്ട് അല്ലെ, കഫ് സിറപ്പുകള്, ഗുളികകള് അല്ലെ, ടാബ്ലറ്റ്സുകള്. അപ്പൊ അത്തരത്തിലുള്ള ഇന്റേണൽ ഡ്രഗ്സ്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കണം അല്ലെ. ഇന്റേണൽ ഡ്രഗ്സുകള് എക്സ്റ്റേണൽ ഡ്രഗ്സുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ ആണോ? എക്സ്റ്റേണൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് ഓയിൽമെന്റ്, ലോഷൻ, അങ്ങനെയുള്ളതൊക്കെ, ഷാംപൂ. Next is separate cabinets with separate shelf. Both acceptable based on facility policy. അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനം, നയങ്ങളുടെ അടിസ്ഥാനത്തില് നമുക്ക് എങ്ങനെ സൂക്ഷിക്കണം എന്ന്, ഒന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ക്യാബിനറ്റിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഷെൽഫിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് രണ്ടും അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് പോയിസൺ ഇൻ എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഏരിയാസ് അല്ലെ. പോയിസൺ പോലെയുള്ള സാധനങ്ങൾ അതെന്താണ്? സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഏരിയാസിൽ സൂക്ഷിക്കുക അല്ലെ. ഈ പോയിസൺ ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മാറിപ്പോയി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പോയിസൺ ഒക്കെ വ്യത്യസ്ത ഏരിയാസിൽ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് ക്യാബിനറ്റ് ക്ലിയർലി ലേബിൾഡ് അല്ലെ. എക്സ്റ്റേണൽ ഡ്രഗ്സ് മരുന്നുകളാണോ അല്ലെങ്കിൽ ഇന്റേണൽ ഡ്രഗ്സ് ആണോ, ഏതൊക്കെയാണ് എന്ന് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ലേബൽ ചെയ്ത്
ക്യാബിനറ്റിൽ സൂക്ഷിക്കുക. ഓക്കെ ആണോ? എനിക്ക് പറയുന്നത് മെഡ് കാർഡ്സ്, എക്സ്റ്റേണൽ ഏരിയ ആൻഡ് ഇന്റേണൽ ഏരിയാസ് അല്ലെ, നമ്മുടെ ഫാർമസിയുടെ അകത്തേക്കും ഫാർമസിയുടെ അകത്ത് നിന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മെഡ് കാർഡുകൾ ഉണ്ടായിരിക്കണം. നമുക്ക് വേറൊരു രീതിയിലും പറയാം, എക്സ്റ്റേണൽ ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മെഡ് കാർഡുകളും ഇന്റേണൽ ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ഡ്രഗ് കാർഡുകളും വേണം. രണ്ടും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എക്സ്റ്റേണൽ യൂസ് ഡ്രഗ്സുകളും ഇന്റേണൽ ഇല്ല അല്ലെ. അപ്പൊ രണ്ടിനും വ്യത്യസ്ത കാർഡുകളും ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ് അല്ലെ, നമ്മൾ പഠിച്ചു. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ പഠിച്ചു അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? റെഫ്രിജറേറ്ററിലൊക്കെയാണ് അല്ലെ സൂക്ഷിക്കുന്നത്. അപ്പൊ ജനറൽ യൂസ് വേഴ്സസ് മെഡിക്കേഷൻ റെഫ്രിജറേറ്റർ അല്ലെ. നമുക്ക് രണ്ട് തരത്തിലുള്ള റെഫ്രിജറേറ്റർ ഉണ്ട്. ഉണ്ടോ? നമ്മൾ ജനറൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്ററിലെ ഫ്രിഡ്ജിലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങള് അല്ലെ ഒക്കെ സൂക്ഷിക്കുന്നതിനുള്ളത്. അപ്പൊ ജനറൽ യൂസിനുണ്ട്, മെഡിക്കേഷൻ റെഫ്രിജറേറ്റർ ഉണ്ട്. മെഡിക്കേഷൻ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മരുന്നുകൾ സൂക്ഷിക്കുന്ന അല്ലെ, ആ ഒരു നിശ്ചിത ടെമ്പറേച്ചർ അളവില് മരുന്നുകൾ സൂക്ഷിക്കുന്ന റെഫ്രിജറേറ്ററിനെയാണ് മെഡിക്കേഷൻ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് അല്ലെ. 36 to 46 ഡിഗ്രിയില് നമ്മ ഡിപ്ലോമയിലെ മെഡിക്കൽ എക്യുപ്മെന്റ് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ. അതിന്റെ ആ ഒരു ടെമ്പറേച്ചറിന്റെ അളവൊക്കെ എന്താണ്, ആ ഒരു രണ്ട് തരത്തിലുള്ള റെഫ്രിജറേറ്റർ യൂസ് ഉണ്ട്. ജനറൽ യൂസ് ഉണ്ട്, മെഡിക്കേഷൻ റെഫ്രിജറേറ്റർ ഉണ്ട്. ഹാവ് എ തെർമോമീറ്റർ 36 to 46 ഡിഗ്രി. നമ്മുടെ ആ ഒരു റെഫ്രിജറേറ്ററിന്റെ ആ ഒരു തെർമോമീറ്ററിന്റെ ആ ഒരു ഡിഗ്രി അളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 36 മുതൽ 46 ഡിഗ്രി വരെയാണ് അതിന്റെ കൂളിംഗ് വേണ്ടത് അല്ലെ. USB സ്റ്റാൻഡേർഡ് ഫോർ ഡ്രഗ് സ്റ്റോറേജ്. USB എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമോകോപ്പിയ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമോകോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മരുന്നുകള്, ഡ്രഗ്സുകള്, നമ്മുടെ ഫുഡ് റോ മെറ്റീരിയൽസ് അല്ലെ, ഭക്ഷണ ചേരുവകള് അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ്, ഭക്ഷണ പദാർത്ഥങ്ങള് എന്നിവയുടെ ഗുണനിലവാരവും പരിശുദ്ധിയും അവയുടെ ശക്തി, എഫക്റ്റിനെസ് എന്നിവക്കായി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ലാഭേച്ഛയില്ലാത്ത സ്ഥാപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത്. ഒക്കെയാണോ? മരുന്നുകള്, ഭക്ഷണ ചേരുവകള്, ഭക്ഷണ പദാർത്ഥങ്ങള് എന്നിവയുടെ ഗുണനിലവാരം, പരിശുദ്ധി. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകള്, ഭക്ഷണങ്ങൾ എങ്ങനെയായിരിക്കണം? ക്വാളിറ്റി ഉള്ളതും പരിശുദ്ധി ഉള്ളതായിരിക്കണം അല്ലേ. മായം ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ എന്നിവയ്ക്കുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ശാസ്ത്രീയ ലാഭേച്ഛയില്ലാത്ത, പ്രോഫിറ്റ് ബേസ് ചെയ്യാത്ത ഒരു സ്ഥാപനത്തെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെയാണോ? അപ്പൊ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ സ്റ്റാൻഡേർഡുകള് ഈ ഒരു ഡ്രഗ് സ്റ്റോറേജുമായി, റെഫ്രിജറേറ്റർ ഡ്രഗ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ റെഫ്രിജറേറ്റഡ് ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് തെർമോമീറ്റർ ലോഗ് എന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചർ കൂടാൻ പാടുണ്ടോ? 36 to 46 ഡിഗ്രി ആണ് അല്ലെ. അതിൽ ഒരുപാട് കൂടാൻ പാടുണ്ടോ? 50ലേക്കോ 52ലേക്കോ ഒക്കെ കൂടാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് കൺട്രോൾ ചെയ്യണം അല്ലെ. നമുക്ക് അത് എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് 36 to 46 ഡിഗ്രി കേട്ടോ. അപ്പൊ എന്താണ്? തുടർച്ചയായിട്ട് നമ്മൾ എന്ത് നോക്കണം? അത് നോക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു റെഫ്രിജറേറ്ററും എന്തുണ്ടായിരിക്കും? ടെമ്പറേച്ചർ ലോഗ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഹാൻഡ്ലിംഗ് പ്രൊബ്ലമാറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ നിയന്ത്രിത പദാർത്ഥങ്ങള് അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള മരുന്നുകള് അല്ലെങ്കിൽ പ്രത്യേക റിസ്കുകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന മരുന്നുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
പ്രോബ്ലമാറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഒന്നില്ലെങ്കിൽ ആ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് നമുക്കത് എന്താണ് വീണ്ടും അത് യൂസ് ചെയ്യാൻ തോന്നുക, ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകുക, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ പ്രോബ്ലമാറ്റിക് ഡ്രഗ്സുകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലമാറ്റിക് ഡ്രഗ്സുകൾ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് കേട്ടോ, ഫ്ലൂ വാക്സിൻ. അപ്പൊ ആ ഒരു ഫ്ലൂ വാക്സിന്റെ ശക്തിയും എന്താണ് അതിന്റെ ഫലപ്രാപ്തിയും നിലനിർത്താനായിട്ട് അത് നമ്മൾ നിശ്ചിത ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. നെക്സ്റ്റ് PPD. PPD എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ്. പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ്. PPD കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? PPD കേട്ടിട്ടുണ്ടോ? ട്യൂബർക്യുലോസിസ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിലെ ട്യൂബർക്യുലോസിസ് അല്ലെ? TB ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാറില്ലേ? ചെയ്തിട്ടുണ്ടോന്നല്ല, ചെയ്യാറുണ്ട് അല്ലെ? ചില ആളുകൾക്ക് ചുമയൊക്കെ കുറയാണ്ടാവുമ്പോ കുട്ടികളിലൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ പുറത്താണ് അല്ലെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവരത് റൗണ്ട് ചെയ്ത് തരും അല്ലേ? അപ്പൊ അതിനുപയോഗിക്കുന്ന ആ ഒരു മരുന്നാണ് PPD. ഓക്കെ ആണോ? അപ്പൊ അതൊക്കെ നമ്മൾ നിശ്ചിത ടെമ്പറേച്ചർ ലോഗിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അപ്പൊ അതൊക്കെ എന്താണ്? റെഫ്രിജറേറ്റഡ് ഡ്രഗ്സുകളാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. നിങ്ങൾക്ക് അറിയാം ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിയുന്ന അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്ന മരുന്നുകൾ അല്ലെ? വിപണിയില് നിയന്ത്രിക്കുന്ന അല്ലെ നിരോധിച്ച മരുന്നുകൾ, ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകൾ അല്ലെ? അപ്പൊ അപ്പൊ നോക്കിയേ, പ്രൊസീജിയർ ഫോർ ചെക്കിങ്. അപ്പൊ ഇത്തരം ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളാണോ അവിടെ ഇരിക്കുന്ന അല്ലെ നമ്മുടെ മെഡിക്കാർട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയിൽ ഇരിക്കുന്ന മരുന്നുകളില് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ ഉണ്ടോ എന്ന് അവർ ഉറപ്പുവരുത്തണം അല്ലെ? സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് വേണോ? വേണം. അപ്പൊ അതിനുള്ള പ്രൊസീജിയേഴ്സ് ആരൊക്കെ കൂടിയാണ് നടത്തുന്നത്? പ്രൊസീജിയർ ഫോർ ചെക്കിംഗ് RPH. RPH എന്ന് പറഞ്ഞാല് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും നഴ്സും കൂടി ആ ഒരു ഔട്ട്ഡേറ്റഡ് നമ്മുടെ ഫാർമസിയിൽ ഇരിക്കുന്ന മരുന്നുകള് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളാണോ അല്ലെ? കാലഹരണപ്പെട്ട മരുന്നുകളാണോ, നമ്മുടെ വിപണിയിലെ നിരോധിച്ച മരുന്നുകളാണോ എന്ന് അവര് ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് കോപ്പറേഷൻ വിത്ത് വെഞ്ചർ ഫാർമസിസ്റ്റ്. അത് ആരുടെ സഹകരണത്തോടു കൂടിയാണ് നടത്തുന്നത്? വെൻഡർ ഫാർമസിസ്റ്റ് അല്ലെ? വെൻഡർ ഫാർമസിസ്റ്റ് എന്ന് ആര് പറഞ്ഞാൽ ആരാ? കച്ചവട ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന ആളുകളില്ലേ? അപ്പൊ ആ ഒരു വെൻഡർ ഫാർമസിസ്റ്റിന്റെ കോപ്പറേഷനോട് കൂടിയാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും നേഴ്സും ഈ പ്രവർത്തനം നടത്തുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സ്. എന്താണ്? ചില മരുന്നുകള് നമ്മൾ കൊടുക്കുന്നത് അവർക്ക് തുടർന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അല്ലെ? എപ്പോഴൊക്കെയാണ് അത്തരം സ്റ്റോപ്പ് ചെയ്യുന്നത്, മരുന്നുകൾ കൊടുക്കുന്നത്? എപ്പോഴൊക്കെയാണ് അറിയോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിസ്ചാർജിന്റെ സമയത്ത് പഠിച്ചിട്ടുണ്ടോ? ഡിസ്ചാർജ് പ്രൊസീജിയറിൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? അവർക്ക് അതുവരെയും കൊടുത്ത മരുന്നുകള് എന്താണ് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ മരുന്നുകളായിരിക്കും അവർക്ക് ആ ഒരു ഡിസ്ചാർജിന്റെ സമയത്ത് എഴുതി കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ആ മരുന്നുകൾ എന്താണ്? അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ സമയത്ത് അവര് കഴിച്ച മരുന്നുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഡോക്ടർ?
ഇഞ്ചക്ഷൻ ഒക്കെ ഒഴിവാക്കി ടാബ്ലറ്റ് ആക്കും. കൂടാതെ എന്താണ് ചില സിറ്റുവേഷനിൽ മരുന്നുകളുടെ ഡോസ് ഒക്കെ കുറച്ചിട്ടാണ് അല്ലെ കൊടുക്കുന്നത്. വീട്ടിൽ പോകുന്ന സമയത്ത് അവരൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഡോസ് ഒക്കെ കുറയ്ക്കില്ലേ. അപ്പൊ ആ ഒരു സമയത്ത് മരുന്നുകള് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് നമ്മുടെ നിയന്ത്രിത മരുന്നുകൾ അല്ലെ കൺട്രോൾ ഡ്രഗ്സുകള് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുള്ള അവകാശം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? അതേപോലെ തന്നെ പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് നോൺ കൺട്രോളബിൾ ഡ്രഗ്സ്. എന്താണ് നമുക്ക് നോൺ കൺട്രോളബിൾ ആയിട്ടുള്ള ഡ്രഗ്സുകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രൊസീജിയർ അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ മെഡിക്കേഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള മരുന്നുകൾ അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിലും ഈ മരുന്നുകള് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡ്രഗ്സ് വിത്ത് റെസിഡന്റ് ഡിസ്ചാർജ്. എന്താണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ പോകാൻ കഴിക്കുന്ന മരുന്നുകൾ അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷന്റെ സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന മരുന്നുകള് അവർ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെ, ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് ഡ്രഗ്സ് ബ്രോട്ട് ഇൻ ടു ദ ഫെസിലിറ്റീസ് വിത്ത് നോ ഓർഡർ. കൂടാതെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഫാർമസിയിലെ മരുന്നുകളൊക്കെ ആ ഒരു സ്റ്റോക്ക് ഔട്ട് ആവാറായി അല്ലെങ്കിൽ ആ ഒരു മിനിമം ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓർഡർ കൊടുക്കാറുണ്ട് അല്ലെ സപ്ലയേഴ്സിന്റെ അടുത്ത്. അപ്പൊ അത്തരം നമ്മ ഓർഡർ കൊടുത്ത ആ മരുന്നുകളിൽ ഉൾപ്പെടാത്ത മരുന്നുകൾ കൊണ്ടുതന്നെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ സാധിക്കോ? പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കോ? ഇല്ല അല്ലേ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും അല്ലെ. സപ്ലയേഴ്സ് തന്നെ റിട്ടേൺ ചെയ്യോ. അപ്പൊ ഓർഡറിൽ പറയാത്ത മരുന്നുകള് നമ്മുടെ ഫെസിലിറ്റിയില്, നമ്മുടെ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയില് കൊണ്ടുവരുമ്പോഴും നമ്മൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ ആണോ? നമ്മുടെ കൺട്രോൾ ഡ്രഗ്സുകള് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണ്, പെർട്ടിക്കുലർ പേഷ്യന്റിന് പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രമാണ് അല്ലെ നമുക്ക് ആ ഒരു മരുന്നുകൾ എഴുതി കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ദുരുപയോഗത്തിനോ അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള ആ ഒരു മരുന്നുകള് തടയുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമമാണ് എന്താണ് ഈ ഒരു ഡിസ്കണ്ടിന്യൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നിയന്ത്രിച്ചുകൊണ്ട് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിനും അത് നിർമ്മാണം ചെയ്യുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നിയന്ത്രണമാണ് ഡിസ്കണ്ടിന്യൂയിങ്. ക്ലിയർ ആണോ? എന്താ നെക്സ്റ്റ് പറയുന്നത് ട്രീറ്റ്മെന്റ് കാർഡ് സ്റ്റോറേജ് അല്ലെ. ഈ മെഡ് കാർഡുകള് ഒക്കെ എങ്ങനെയായിരിക്കണം സ്റ്റോറേജ് ചെയ്യേണ്ടതെന്ന്, വെയർ കെപ്റ്റ്, ഇവ എവിടെ സൂക്ഷിക്കുന്നു എന്നത് പ്രധാനമാണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. മെഡ് കാർഡുകൾ അല്ലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് മരുന്നുകൾ മോഷണം പോവാം അല്ലെ, ഷെഡ്യൂൾ ഡ്രഗ്സുകളോ അല്ലെങ്കിൽ നർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ ആണെങ്കിൽ അത് മോഷണം പോകാം, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ. ആണോ? ആലോചിച്ച് നോക്കിയേ. ആണ്. അപ്പൊ ഈ മെഡ് കാർഡുകള്, ട്രീറ്റ്മെന്റ് കാർഡുകള് എവിടെ സൂക്ഷിക്കുന്നു, വെയർ കെപ്റ്റ്, എവിടെ സൂക്ഷിക്കുന്നു എന്നത് പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ മെഡ് കാർഡുകള് പുറത്ത്, ആശുപത്രിയുടെ പുറത്ത് കൊണ്ടിടാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. അത് ചിലപ്പോ മോഷണം പോവാം, പിന്നെ അതെന്താണ് മരുന്നുകൾ കേടുവരാം അല്ലേ, ഡാമേജ് ആയി പോവില്ലേ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെ നമ്മുടെ മരുന്നുകൾ സൂക്ഷിക്കാനുള്ള ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നമ്മുടെ ട്രീറ്റ്മെന്റ് കാർഡുകൾ സ്റ്റോറേജ് ചെയ്യുക. നെക്സ്റ്റ് ക്ലീൻ ആയിരിക്കണം അല്ലെ. മരുന്നുകൾ സൂക്ഷിക്കുന്ന ആ ഒരു മെഡ് കാർഡ് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കാർഡ് ക്ലീൻ ആയിരിക്കണോ? ക്ലീൻ ആയിരിക്കണം. പ്രോപ്പർ ലേബിൾസ് അല്ലെ, ശരിയായ രീതിയിൽ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ആ ഒരു മെഡ് കാർഡില് എക്സ്പിരേഷൻ ഡേറ്റ് അല്ലെ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ചെക്കിംഗ് ഒക്കെ നടത്തുക. നമ്മുടെ മരുന്നുകളിൽ മെഡ് കാർഡിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കാർഡിൽ ഒരുപാട് മെഡിസിൻ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു മരുന്നുകളില് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളുണ്ടോ, എക്സ്പിരേഷൻ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ ആ ഒരു സെക്ഷൻ?
നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ ഫോംസ്. ഇൻസ്പെക്ഷൻ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഫാർമസി എടുത്തപ്പോ പഠിച്ചു അല്ലെ, അവര് സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകളായിക്കോട്ടെ, മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകളായിക്കോട്ടെ, അവർ എന്ത് ചെയ്യാറുണ്ട്? ക്വാളിറ്റി ടെസ്റ്റും ഇൻസ്പെക്ഷനും നടത്താറുണ്ടോ? അപകടങ്ങളൊന്നുമില്ല അല്ലെ, റിസ്കുകളൊന്നുമില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവര് കണ്ടെത്തിയ, അവര് വിലയിരുത്തിയ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഇൻസ്പെക്ഷൻ ഫോമുകൾ വേണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻ ഇൻ എ പേഷ്യന്റ് റൂംസ്. എന്താണ്? നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് മരുന്നുകളോ അല്ലെങ്കിൽ ഇൻജെക്ഷൻസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ റൂമിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? ഉണ്ടോ? സ്റ്റോറേജ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻ നമുക്ക് എപ്പോഴും ഫാർമസിയിലൊക്കെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യും? ഒരു രാവിലേക്കും ഉച്ചത്തേക്കുമുള്ള മരുന്നുകളോ അല്ലെങ്കിൽ എന്താണ് ഇഞ്ചക്ഷനുകളോ സിറിഞ്ചുകള് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് റൂമില് ശരിയായ രീതിയിൽ എന്താണ് സ്റ്റോറേജില് മരുന്നുകള് അഡീഷണൽ ആയിട്ട് സ്റ്റോറേജ് നടത്തുക. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഓഫ് ഡ്രഗ്സ്. നമുക്ക് മരുന്നുകൾക്ക് എന്തുണ്ട്? മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്, എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ. മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ പാക്കിംഗ് ലേബലിംഗ് സ്ട്രിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ അതിന്റെ എക്സ്പിറേഷൻ ഡേറ്റ്, ഇപ്പൊ മരുന്ന് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് 2005 അതിന്റെ എക്സ്പിറേഷൻ ഏത് ഇയറിലായിരിക്കും വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയാണ് വിനിത കണ്ടിരിക്കുന്നത്? വിനിത അല്ല അല്ലെ, വിദ്യ കണ്ടിരിക്കുന്നത് 3 or 5 അല്ലെ, 2 year. നമുക്ക് 3 വർഷമാണ് ഷെൽഫ് സ്റ്റോറേജ് നമ്മുടെ ഡ്രഗ്സുകൾക്ക് പറയുന്നത്. ഇപ്പൊ 2005 മാർച്ചില് ഒരു മരുന്ന് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു മരുന്ന് ഫെബ്രുവരി 2008 എക്സ്പിറേഷൻ ആവും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് 3 വർഷത്തേക്കാണ് ഒരു ഡ്രഗ്സിന്റെ ഷെൽഫ് സ്റ്റോറേജ് പറയുന്നത്. നോക്കാം നമുക്ക്. മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനുഫാക്ചറിങ് ഡേറ്റ് നിങ്ങൾക്കറിയാം. എന്താണ് മാനുഫാക്ചറിങ് ഡേറ്റ്? ഏതൊരു പ്രോഡക്റ്റിന്റെ ആയാലും മാനുഫാക്ചറിങ് ഡേറ്റ് എന്താണ്? ആ ഒരു മരുന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ, മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് ആണ് മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത്. എക്സ്പയറി ഡേറ്റ് എന്താണ്? ചെറിയ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ് മിസ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അല്ലെ. കുഞ്ഞു കുട്ടികളോട് വെച്ചാൽ പോലും പറയും. ആണോ? ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എൻഡിങ് ഡേറ്റ് അല്ലെ, ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ആ ഒരു ഡേറ്റ് അല്ലെ, ആ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല അല്ലെ. അതാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ്, കാലാവധി തീർന്നു പോകുന്ന ദിവസം അല്ലെ, ഡേറ്റ് ആണോ? അപ്പൊ നോക്കിയേ, പ്രൊഡക്ഷൻ ഡേറ്റ് ഓർ മാനുഫാക്ചറിങ് ഡേറ്റ്. നമുക്ക് പ്രൊഡക്ഷൻ ഡേറ്റ് എന്നും പറയാം, മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഡേറ്റ് വെൻ ദ ഡ്രഗ് വാസ് മാനുഫാക്ചർഡ്. എന്ന് വെച്ചാൽ ആ ഡേറ്റ് എന്ന് പറഞ്ഞാല് ആ ഒരു ഡ്രഗ് നിർമ്മിക്കുന്ന, മാനുഫാക്ചറിങ് ചെയ്യുന്ന ആ ഒരു ഡേറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഡേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത്. മോർ ആക്യുറേറ്റ്ലി, കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡേറ്റ് വെൻ ദ ബാച്ച് ഓർ ലോട്ട് ഓഫ് കോസ്മെറ്റിക്സ് വാസ് പ്രൊഡ്യൂസ്ഡ്. ഒരു ബാച്ചില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ലോട്ട് അല്ലെ, ഒരുപാട് ആ ഒരു സെയിം പ്രോഡക്റ്റ് നമ്മൾ ഒരുപാട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇപ്പൊ ഈ ബാച്ച് നമ്പറിലാണെങ്കിൽ നമ്മൾ എത്ര, അതിലൊരു 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഡ്രഗ്സുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ലേ? ഒരു മരുന്നാണോ, ഒരു ടാബ്ലറ്റ് മാത്രമാണോ ആ ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല അല്ലേ. അപ്പൊ
ആ ഒരു ബാച്ചില് 20 lakhs വരെയാണ് കേട്ടോ ഒരു ബാച്ചില് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബാച്ചില് നമ്മൾ ഒരുപാട് കോസ്മെറ്റിക്സുകൾ അല്ലെങ്കിൽ ഡ്രഗ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡേറ്റ് വെൻ ദ ഡ്രഗ്സ് എക്സ്പയർസ് ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് അല്ലെ. ഇന്ന് പറഞ്ഞാല് ആ ഒരു ഡ്രഗ് എക്സ്പയറി ആവുകയാണ് അല്ലെ, കാലാവധി തീർന്നു പോകുകയാണ്. ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്, നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെയാണോ? The date of manufacturing is also expressed as month and year. നമ്മ ഡേറ്റ് ആ ഒരു തീയതി വരാറുണ്ടോ? തീയതി നോക്കാം. മിക്കതിലും മന്തും ഇയർ ആയിരിക്കും അല്ലെ പറയുന്നത് അല്ലെ. മിക്ക ഡ്രഗ്സുകളിലും മന്തും ഇയർ ആയിരിക്കും പറയുന്നത് അല്ലെ. അപ്പൊ the date of manufacturing is also expressed. നമ്മുടെ ആ ഒരു മാനുഫാക്ചറിംഗ് ഡേറ്റില് കാണിക്കുന്നത് എന്താണ്? ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു ഡ്രഗിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡേറ്റും ഇയറുമായിരിക്കും. The medicine manufactured on 1st April and the medicine manufactured on 30th April would have the same date of expiry. ഒരു ഡ്രഗ് മാനുഫാക്ചർ ചെയ്തത് 1 ഏപ്രിൽ ആണെങ്കിലും 30 ഏപ്രിൽ ആണെങ്കിലും ആ ഒരു മരുന്ന് എക്സ്പയറി നടക്കുന്നത് എങ്ങനെയായിരിക്കും? സെയിം ഡേറ്റിന് തന്നെ ആയിരിക്കും. ഏപ്രിൽ എന്താണ് മാർച്ചില്, രണ്ടും മാർച്ചില് തന്നെ എന്തായിത്തീരുന്നു? അതിന്റെ എക്സ്പയറി ഡേറ്റ് തീർന്നു പോകുന്നു. എക്സ്പെക്ടിങ് എ ഷെൽഫ് ലൈഫ് ഓഫ് 3 years, the date of expiry is to printed as March 2015 for products manufactured in April 2012. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഏപ്രിൽ 2012 അത് പ്രൊഡ്യൂസ് ചെയ്തത്, മാനുഫാക്ചറിങ് ചെയ്തത്. അതിന്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത് മാർച്ച് 2015 ആയിരിക്കും. അതിന്റെ നമ്മുടെ ഡ്രഗ്സുകളുടെ എക്സ്പെക്ടിങ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്, നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 3 വർഷമായിരിക്കും. ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. എക്സ്പെക്ടിങ് ഷെൽഫ് ലൈഫ് ഓഫ് ഡ്രഗ്സ് ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. മാനുഫാക്ചർ ഡേറ്റ് എന്താണ്, എക്സ്പയറി ഡേറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ ആ പിക്ചറിൽ കണ്ടോ? മാനുഫാക്ചറിംഗ് ഡേറ്റ് 26/2017, അതിന്റെ എക്സ്പയറി ഡേറ്റ് 26/2020. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ലാസ ഡ്രഗ്സ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡ്രഗ്സ് കേട്ടിട്ടുണ്ടോ? ലാസ ഡ്രഗ്സ്, LASA ഡ്രഗ്സ് കേട്ടിട്ടില്ല. ലുക്ക് അലൈക്ക്, സൗണ്ട് അലൈക്ക്. LASA എന്ന് പറഞ്ഞാൽ ലുക്ക് അലൈക്ക്, സൗണ്ട് അലൈക്ക്. ചില രണ്ട് മരുന്നുകൾ ഒന്നില്ലെങ്കിൽ അതിന്റെ ലുക്സിൽ അല്ലെ, നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നാം, അല്ലെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു സൗണ്ട് ഉച്ചരിക്കുന്ന സമയത്ത് ആ രണ്ട് ഡ്രഗ്സുകളുടെയും പേര് നമുക്ക് ഒരേപോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത്തരം ഡ്രഗ്സുകൾ ചിലപ്പോൾ അതിന്റെ ജനറിക് നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ച് നെയിം ആയിരിക്കാം നമുക്ക് ഒരേപോലെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ്സുകളെയാണ് ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ലുക്ക് അലൈക്ക്, സൗണ്ട് അലൈക്ക്. നമ്മ ട്വിൻസ് പറയാറുണ്ട് അല്ലെ. ട്വിൻസ് അവരെങ്ങനെയാണ്? കാഴ്ചയിൽ ഒരേപോലെ ആയിരിക്കും അല്ലെ കാണുന്നത്, ആണോ? മിക്ക ട്വിൻസുകളും കാഴ്ചയിൽ ഒരേപോലെ ആയിരിക്കും അല്ലെ. അപ്പൊ അതേപോലെ നമുക്ക് അതിന്റെ ലുക്സിൽ ഒരേപോലെ ഫീൽ തോന്നുക, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലുക്ക് എന്താണ് സൗണ്ടില് നമ്മ ആ ഒരു പേര് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉച്ചാരണത്തില് നമുക്ക് ഒരേപോലെ തോന്നുകയാണെങ്കിൽ അത്തരം ഡ്രഗ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, Lassa drugs are medication that look or sound similar to each other either by their generic name or branch name. എന്താണ്? ഒന്നില്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ച് നെയിമില്ല, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ജനറിക് നെയിമില്ല നമുക്ക് എന്താണ് അത് സിമിലർ ആയിട്ട് തോന്നുക, അതിന്റെ ആ ഒരു സൗണ്ടില് അല്ലെങ്കിൽ അതിന്റെ ആ ലുക്ക് നമുക്ക് ഒരേപോലെ തോന്നുകയാണെങ്കിൽ അത്തരം ഡ്രഗ്സുകളെയാണ് ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നത്. They might have similar packaging,
സിമിലർ സൗണ്ടിങ് നെയിംസ് ഓർ സിമിലർ സ്പെല്ലിംഗ്. ഒന്നില്ലെങ്കിൽ അതിന്റെ പാക്കേജിങ് നമുക്ക് സിമിലർ ആയിട്ട് തോന്നാം, ഒരേപോലെ ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് നെയിംസ് അല്ലെ, നെയിംസിന്റെ ആ ഒരു സൗണ്ട് നമുക്ക് ഒരേപോലെ തോന്നാം. അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ്സിന്റെ നെയിമിന്റെ സ്പെല്ലിംഗ് നമുക്ക് ഒരേപോലെയാണെങ്കിൽ അത്തരം ഡ്രഗ്സുകളാണ് ലാസ ഡ്രഗ്സ്. ഫോർ എക്സാമ്പിൾ പ്രൊസാക്. പ്രൊസാക് എന്ന് പറയുന്നത് നമ്മൾ പാനിക് ഡിസോർഡേഴ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ്സ് ആണ് പ്രൊസാക്. സൗണ്ട് എ ലോട്ട് ലൈക്ക് പ്രൈലോസെൻ when said out loud. നമ്മൾ ആ ഒരു പേര് ഉച്ചത്തിൽ പറയുന്ന സമയത്ത് നമുക്ക് ആ രണ്ടു പേരും ഒരേപോലെ തോന്നാം അല്ലെ. പ്രൊസാക്, പ്രൈലോസെക് അല്ലെ ആണോ? പ്രൈലോസെക് എന്ന് പറയുന്നത് നമ്മൾ കഫിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ, അൾസറിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രൈലോസെക്. ക്ലിയർ ആയോ? പിന്നെ വേറെ മിസ് രണ്ട് എക്സാമ്പിൾ കൂടിയും പറഞ്ഞു തരാം. എറ്റനോൾ. എറ്റനോൾ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എറ്റനോൾ. നെക്സ്റ്റ് അല്ലോപ്യൂരിനോൾ. അല്ലോപ്യൂരിനോൾ അത് നമ്മൾ കിഡ്നി സ്റ്റോൺ പേഷ്യന്റ് കഴിക്കുന്ന മരുന്നാണ് അല്ലോപ്യൂരിനോൾ. രണ്ടിന്റെ ഡിഫറെന്റ് യൂസേജ് ആണ് അല്ലെ, രണ്ട് ഡ്രഗ്സും ഡിഫറെന്റ് യൂസിനല്ലേ യൂസ് ചെയ്യുന്നത് ആണോ? ഹൈ ബ്ലഡ് പ്രഷറിനാണ് ഒരെണ്ണം കിഡ്നി സ്റ്റോണിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഈ മരുന്ന് കൊടുക്കുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ പേഷ്യൻസിന്? യൂറിക് ആസിഡ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ്സുകളാണ് ക്ലാസ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇത്തരം മരുന്നുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടുകൂടി അത് നൽകുക, അത് അതിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക. ഓക്കെ ആണോ? നിങ്ങൾക്ക് എക്സാമിന് വരികയാണെങ്കിൽ ഇതിലുള്ള എക്സാമ്പിൾ മാത്രം ചോദിക്കുള്ളൂ കേട്ടോ. ഒരുപാട് മരുന്നുകൾ നമുക്ക് ഇങ്ങനെ ലാസ ഡ്രഗ്സുകളിൽ ഉൾപ്പെടുന്നുണ്ട്. കാർബം അസെർപിൻ, കാർബിൻ അസോൾ ഏകദേശം ഒരേപോലെയാണല്ലേ. നിങ്ങൾക്ക് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടോ മിസ് പറയുമ്പോൾ? കാർബം അസെർപിൻ, കാർബിൻ അസോൾ, അറ്റനോൾ, അല്ലോപ്യൂരിനോൾ അല്ലേ? അപ്പൊ അത്തരം ഡ്രഗ്സുകളാണ് ലാസ ഡ്രഗ്സ്. ഓക്കെ അല്ലേ? ഇത് നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. The Lassa medication should be stored separately in 2 racks in pharmacy stores. എന്താണ് അപ്പൊ ഇത്തരം ഡ്രഗ്സുകൾ, ലാസ ഡ്രഗ്സുകൾ നമ്മുടെ ഫാർമസി റാക്സുകളിൽ അല്ലെ, ഫാർമസിയിലുള്ള ഷെൽഫുകളിലൊക്കെ നമ്മൾ എന്താണ് സെപ്പറേറ്റ് ചെയ്ത് അല്ലെ സൂക്ഷിക്കുക. Group 1 medication in one rack and Group 2 medication in the other rack അല്ലെ. എന്താണ് നമ്മുടെ ഗ്രൂപ്പ് 1 പെടുന്ന മരുന്നുകൾ ഒരു റാക്കിലും ഗ്രൂപ്പ് 2 വരുന്ന മെഡിക്കേഷൻസ് മരുന്നുകൾ വേറൊരു റാക്കിലും സൂക്ഷിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവോയ്ഡ് മെഡിക്കേഷൻ എറർ അല്ലെ. മെഡിക്കേഷൻസ് മരുന്നുകൾ നൽകുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ അല്ലെ, എറേഴ്സ് സംഭവിക്കാതിരിക്കാൻ ഇത് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. In the wards, emergency and operation theaters, the Lassa drugs should be stored in separated drugs bins and plastic boxes അല്ലെ. അപ്പൊ നമ്മുടെ വാർഡില്, എമർജൻസിയില്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ ഇത്തരം ലാസ ഡ്രഗ്സുകൾ എന്താണ് സെപ്പറേറ്റഡ് ഡ്രഗ്സ് ബിന്നുകളിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്ലാസ്റ്റിക് ബോക്സസിലോ സൂക്ഷിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്റ്റർ, നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പ്രൊഫഷണൽ ഇൻവോൾവ്മെന്റ് ഇൻ മെഡിസിൻ മാനുഫാക്ചർ അല്ലെ. നമ്മുടെ മെഡിസിൻ മാനുഫാക്ചറിങ് നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന പ്രൊഫഷണൽസ് ആരൊക്കെയാണ്? കെമിസ്റ്റ് വേണം അല്ലെ. കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സയന്റിസ്റ്റ് അല്ലെ. മരുന്നുകൾ നിർമ്മിക്കുന്നതിൽ ഉള്ള ശാസ്ത്രജ്ഞന്മാരെന്ന് പറയാം അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസിന്റെ എന്താണ് കോമ്പോസിഷൻ നോക്കുന്നുണ്ട്, സ്ട്രക്ചർ, അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു മരുന്ന് നിർമ്മിക്കുന്നത്.
റിസർച്ചുകളൊക്കെ നടത്തി അല്ലേ, റിസർച്ചുകളൊക്കെ നടത്തിയിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കെമിസ്റ്റ് വേണം. നെക്സ്റ്റ് ക്വാളിറ്റി മാനേജർ വേണം അല്ലെ, നമ്മുടെ കെമിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ഒക്കെ നടത്തി അല്ലെ, ഗവേഷണങ്ങളൊക്കെ നടത്തി ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു, ആ ഒരു അസുഖത്തിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താല് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകോ അല്ലെ, പേഷ്യൻസിന് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടാകോ എന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടി ക്വാളിറ്റി മാനേജർ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്. നെക്സ്റ്റ് ബാച്ച് നമ്പർ. നിങ്ങൾ ബോക്സും ഒക്കെ ബാച്ച് നമ്പർ കണ്ടിട്ടുണ്ടോ? കാർഡ്ബോർഡ് ബോക്സും ഒക്കെ ബാച്ച് നമ്പർ എന്നും പറഞ്ഞ് എഴുതാറുണ്ട് അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാച്ച് നമ്പർ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ശ്രദ്ധിക്കാം കേട്ടോ. കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അതും ബാച്ച് നമ്പർ ഒക്കെ ഉണ്ടായിരിക്കും, ആ പ്രോഡക്റ്റില് ബാച്ച് നമ്പർ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ബാച്ച് നമ്പർ ഈസ് എ മാൻഡേറ്ററി പ്രോട്ടോകോൾ to be issued for each and every lot of drugs manufactured. ഓരോ മരുന്നുകളും each and every അല്ലേ, എല്ലാ മരുന്നുകളും നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത്, മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രോട്ടോകോൾ ആണ് ബാച്ച് നമ്പർ. ഇഷ്യൂ ചെയ്യാണ്ട് അല്ലെ ഒരു പ്രോട്ടോകോൾ ആണ് ബാച്ച് നമ്പർ എന്ന് പറയുന്നത്. A batch may contain 20 lakh tablets or capsule. എന്താണ് ഒരു ബാച്ചില് നമ്മൾ എത്ര ക്യാപ്സൂൾ അല്ലെങ്കിൽ എത്ര ടാബ്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉത്പാദിപ്പിക്കുന്നുണ്ട്? 20 ലക്ഷം ക്യാപ്സ്യൂൾസുകളോ ടാബ്ലറ്റ്സുകളോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബാച്ച് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. A dash is a mandatory protocol to be issued for each and every lot of drugs manufactured. A batch may contain dash tablets or capsules. Batch number is mentioned by the manufacturing chemist while submitting the sample, and QC manager confirm the same in the test report certificate of analysis. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബാച്ച് നമ്പർ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കെമിസ്റ്റ് നിർമ്മിച്ചതിന് ശേഷം എന്ത് കൊടുക്കുന്നുണ്ട്? ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അല്ലെ, സാമ്പിൾ ആയിട്ട്. അതിനൊരു റാൻഡം സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് അല്ലെ, ക്വാളിറ്റി കൺട്രോളർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ആണോ? നമ്മുടെ കെമിസ്റ്റ് ആ ഒരു ഉൽപ്പന്നം, ആ ഒരു ഡ്രഗ് നിർമ്മിച്ചതിന് ശേഷം, മാനുഫാക്ചറിങ് ചെയ്തതിന് ശേഷം അതിൽ ക്വാളിറ്റി ഉണ്ടോ അല്ലെ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ മാനേജർക്ക് അതിൽ നിന്നൊരു സാമ്പിൾ കൊടുക്കുന്നു. അപ്പൊ ആ ഒരു സാമ്പിൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കെമിസ്റ്റ് അത് ഏത് ബാച്ച് നമ്പറിലാണ് പെടുന്നത് എന്ന് പറയുന്നു. ഓക്കെ ആണോ? അതിനുശേഷം നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ മാനേജർ ആ ഒരു സാമ്പിള് പരിശോധിച്ചതിന് ശേഷം അവർ എന്ത് കൊടുക്കുന്നുണ്ട്? സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ, വിലയിരുത്തിയതിനു ശേഷം ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ, ഗുണനിലവാരമുള്ളതാണ്, ഗുഡ് പ്രോഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് ആ ഒരു ബാച്ച് നമ്പർ ആ ഒരു സർട്ടിഫിക്കറ്റില് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ബാച്ച് നമ്പർ ഓൾസോ ഷുഡ് അപ്പിയർ ഓൺ ദ പാക്കിംഗ് carton and the report. For example, GL027/9G. എന്താണ് ബാച്ച് നമ്പർ? നമ്മ അതിന്റെ പാക്കിങ്ങില്, അതിന്റെ കാർട്ടണും അല്ലെ മിസ് പറഞ്ഞ ആ ഒരു കാർട്ടൺ ബോക്സും അതിന്റെ റിപ്പോർട്ടില്, നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ മാനേജർ കൊടുക്കുന്ന ആ ഒരു റിപ്പോർട്ടില് എല്ലാം അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ബാച്ച് നമ്പർ എന്നൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ് GL027/9G. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ.
മിസ്സിനെടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ നോക്കിയേ. ഈ ചാപ്റ്ററില് ഷെഡ്യൂൾ ഡ്രഗ്സുകൾ മാത്രം പഠിക്കാനാണ് അല്ലെ? നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ അല്ലേ? നമ്മുടെ ഡിപ്ലോമയുടെ അത്രയും പഠിക്കാനില്ല അല്ലെ? ഫാർമസിയുടെ അത്രയും പഠിക്കാനുണ്ടോ? ഉണ്ടോ? എന്താന്ന് പറയത്തേക്കില്ല അല്ലെ? ആ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ മാത്രമാണ് നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത് അല്ലെ? ഷെഡ്യൂൾ A to Z വരെ പഠിക്കുമ്പോൾ ഷെഡ്യൂളിൽ കുറച്ച് പഠിക്കാനുണ്ട്. പിന്നൊക്കെ സിമ്പിൾ ആണ് അല്ലെ? ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഷെഡ്യൂൾ ഡ്രഗ്സുകൾ മാറി പോകുന്നുണ്ട് അല്ലെ? കൂടുതൽ മിസ് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഷെഡ്യൂളുകൾ പഠിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഷെഡ്യൂൾ ഡ്രഗ്സുകളിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ? ജിയില്, എക്സില്, അതൊക്കെ നോക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ചോദിക്കുന്നതാണ് കേട്ടോ, എക്സാമിന് ക്വസ്റ്റ്യൻസ്. ബാച്ച് നമ്പർ, പിന്നെ ബാച്ച് നമ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മിസ് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ QC, പിന്നെ പ്രൊഫഷണൽ ഇൻവോൾവ്മെന്റ് ഇൻ മെഡിസിൻ മാനുഫാക്ചറിങ്, അതിൽ ആ കെമിസ്റ്റും ക്വാളിറ്റി മാനേജറും, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലാസ സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം. ലാസ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. അതിന് എക്സാമ്പിൾ ചോദിക്കാം. പിന്നെ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ചോദിക്കാം. പിന്നെ CNA, USP, PPD, പ്രൊബ്ലമാറ്റിക് ഡ്രഗ്സിന് എക്സാമ്പിൾ ചോദിക്കാം. ഫ്ലൂവാക്സിന് PPD. ഓക്കെ, ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അടയാളപ്പെടുത്തിയോ? ക്ലിയർ ആണോ? മിസ് എടുത്തത് ഓക്കെ ആണോ? ഒന്നെടുത്തത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു പാക്കിംഗ് എന്നുള്ള ഒരു സെക്ഷൻ മാത്രം എടുക്കാനുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഡ്രഗ്സുകളെല്ലാം പാക്ക് ചെയ്ത് വരുന്നത് ഒരേ രീതിയിലാണോ? ഓയിൽമെന്റുകൾ ഉണ്ട്, കഫ് സിറപ്പുകൾ ഉണ്ട്, ലോഷൻസ് ഉണ്ട്, എന്താണ് ക്യാപ്സൂൾസുകൾ ഉണ്ട് അല്ലെ? ഒക്കെ അല്ല അല്ലെ, വ്യത്യസ്ത രീതിയിലാണ് അല്ലെ? അപ്പൊ അതേപോലെ ഈ ടാബ്ലറ്റ്സുകളും ക്യാപ്സൂൾസുകളും ഒരേ രീതിയിലാണോ പാക്ക് ചെയ്ത് വരുന്നത്? അല്ല അല്ലെ, അതും ഡിഫറെന്റ് രീതിയിലാണ് അല്ലെ? അലുമിനിയം സ്ട്രിപ്പ് ഉണ്ട് അല്ലെ, പേപ്പർ സ്ട്രിപ്പ് ഉണ്ട്, ബ്ലിസ്റ്റർ പാക്കിംഗ് ഉണ്ട് അല്ലെ? ആണോ? പല രീതിയിൽ കണ്ടിട്ടില്ലേ നമ്മ? ഇഞ്ചക്ഷൻസ് എങ്ങനെയാണ്? കുപ്പികളിലാണ് അല്ലെ? വിയൽസ് കുപ്പികളിലാണ് അല്ലെ? അല്ലെങ്കിൽ എന്താണ്? കുപ്പികളിലൊക്കെയാണ് അല്ലെ? ബോട്ടിൽസിലാണ് വരുന്നത്. അതേപോലെ നമ്മുടെ ഓയിൽമെന്റുകളൊക്കെ എങ്ങനെയാണ്? ട്യൂബുകളിൽ അല്ലെ? പ്ലാസ്റ്റിക് ഓർ അലുമിനിയം ട്യൂബുകളിലാണല്ലേ വരുന്നത്. അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമുക്ക് പാക്കിങ്ങിൽ പറയാനുള്ളത്. പാക്കിങ് വേഗം പറഞ്ഞ് നമ്മുടെ തീരും. അത് കഴിഞ്ഞിട്ട് മിസ്സിന് എടുക്കാൻ പോകുന്ന സെക്ഷന് അക്രഡിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. അക്രഡിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിപ്ലോമയിലും ക്വാളിറ്റി അഷുറൻസ് നാബിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതില് നമുക്ക് നാബിന്റെ പഠിക്കാനുണ്ട്, JCAയുടെ പഠിക്കാനുണ്ട്, പിന്നെ ഇതിന്റെയൊക്കെ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അപ്പൊ ഹിസ്റ്ററി എന്നുള്ള സെക്ഷന് ഒരാൾ എടുക്കും, നാബ് ഒരാൾക്ക് ഒരു മിസ് എടുക്കും, JCA മിസ് ആണ് കേട്ടോ എടുക്കുന്നത്. അതൊരു ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്. ഇപ്പൊ 3ആയി ഡിവൈഡ് ചെയ്തിട്ട് 3 മിസ്സുമാരാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ മിസ് ഇനി നിങ്ങൾക്ക് ഡൗട്ട് വേണ്ടല്ലോ എന്ന് വെച്ചാൽ മിസ് ആദ്യം തന്നെ പറഞ്ഞതാണ്.
അപ്പൊ പാക്കിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് JCA എന്നുള്ള അക്രഡിറ്റേഷനിൽ JCA എന്നുള്ള സെക്ഷൻ മിസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.